തൃശൂർ ചാലക്കുടി അതിരപ്പള്ളിയിൽ ഇന്നും കാട്ടാനാക്രമണം ഉണ്ടായി. പ്ലാന്റേഷൻ 10-ാം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിനകത്തേക്കാണ് ആന കയറി ചെന്നത്. ഇന്നലെ സമീപത്തെ ഒരു വീടിൻ്റെ ഒരു ഭാഗം കാട്ടാനക്കൂട്ടം തകർത്തെറിഞ്ഞിരുന്നു. ആസ്പെറ്റാസ് വീഴുന്നതാണ് ഞാൻ ചാടി എഴുന്നേറ്റത്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആസ്പെറ്റാസ് വീഴുന്നണ്ട് ചാടി എഴുന്നേറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുക്കള വശം ചവിട്ടി പൊളിച്ച് ആന അടുക്കളയിൽ കയറി. അത് കഴിഞ്ഞ് നടുറൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ അയൽക്കത്തൊരു മനു എന്ന് പറയാനെ വിളിച്ചു കൊണ്ടുപോയി നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നോക്കിക്കാൽ അത് ഫ്രണ്ട് ഡോറ് ചവിട്ടി പൊളിച്ചു. അവൻ ചങ്ങലിട്ട് പൂട്ടി കൊണ്ടുപോയതാണ്. അവൻ്റെ അമ്മ സുഖമില്ലാത്ത കാരണം ഏറ്റുമുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഈ ആന ചവിട്ടി പൊളിച്ച് അവൻ്റെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ രാത്രി കിടന്നുറങ്ങുന്ന ഒരാൾ നോക്കുമ്പോൾ കൺമുന്നിൽ ആന നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അപകടം പിടിച്ച കാര്യമാണ്. സൂരജ് സജീദ് ചേരുന്നു ടെലിഫോണിൽ. സൂരജ്, വിവരങ്ങൾ. എസ് ഗുഡ് മോർണിംഗ്. അതിരപ്പള്ളി പ്ലാന്റേഷന്റെ 10-ാം ബ്ലോക്കിലാണ് ഇത്തരത്തിൽ ഈ തോട്ടം തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിനകത്തേക്ക് ആന കയറിയത്. കഴിഞ്ഞ ദിവസവും ഈ ക്വാർട്ടേഴ്സിന് സമീപത്ത് മറ്റൊരു ക്വാർട്ടേഴ്സ് ഈ കാട്ടാന ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വീടിനകത്ത് നിന്ന് ഈ കാട്ടാനയുടെ ശബ്ദം കേട്ടാണ് അങ്ങോട്ടേക്ക് ഈ ആളുകൾ ഓടിയെത്തുന്നത്. ആ സമയത്ത് വീടിനകത്ത് കാട്ടാന നിലയുറപ്പിച്ച രീതിയിലായിരുന്നു. ഇതോടുകൂടി ആളുകൾ വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി. 2 ആനകളാണ് ഈ വീടിനകത്ത് കയറിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ ബഹളം കേട്ട കാട്ടാന പിന്നീട് ഈ വീടിന് പുറകുവശത്തെ വാതിലിലൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായതാണ്. അന്നും ഈ വീടിനകത്ത് മുൻവശത്തു കൂടി കയറി കാട്ടാന ഈ വീടിനകത്തുണ്ടായിരുന്ന സാധനങ്ങളടക്കം തകർത്തിട്ടാണ് പോയത്. ഇന്നും ഈ ക്വാർട്ടേഴ്സിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ കാട്ടാന നശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ വീട്ടുടമ ഈ സമയം ഈ ക്വാർട്ടേഴ്സിൽ ഉണ്ടാകാതിരുന്നതാണ് ഈ അപകടങ്ങൾ ഒഴിവാക്കിയത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പോളി അമ്മയുടെ ചികിത്സാർത്ഥം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചെയും ഈ കാട്ടാനാക്രമണം ഉണ്ടായത്. ഇന്നലെയും അതിരപ്പള്ളി മലക്കപ്പാറയിൽ ഈ കാട്ടാന ഒരു വീട് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിരപ്പള്ളി മേഖലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനാക്രമണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. താങ്ക് യു സൂരജ് സജീദ്.